ഇപ്പോൾ AI ഉച്ചകോടിക്കിടെ നടന്ന യൂത്ത് കോൺഗ്രസ് പ്രതിഷേധത്തിനെതിരെ ദില്ലിയിൽ BJPയുടെ പ്രതിഷേധം നടക്കുകയാണ്. AICC ഓഫീസിലേക്കുള്ള യുവമോർച്ചയുടെ മാർച്ചാണ് ഇപ്പോൾ കാണുന്നത്. YS അഭിനന്ദ വിവരങ്ങളുമായി. YS, വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ യുവമോർച്ചയുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. യൂത്ത് കോൺഗ്രസ് പ്രതിഷേധത്തിനെതിരെയുള്ള യുവമോർച്ചയുടെ പ്രതിഷേധം എന്നുകൂടി കാണേണ്ടതുണ്ട്. വലിയ രീതിയിൽ പ്രവർത്തകർ തമ്പടിച്ചിരിക്കുകയാണോ? സ്മൃതി, ഉച്ചകോടിയിലെ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധത്തിലാണ്. രാജ്യവ്യാപക പ്രതിഷേധത്തിലേക്കാണ് നിലവിൽ യുവമോർച്ചയും BJPയും കടന്നിരിക്കുന്നത്. ഇന്നലെയും യുവമോർച്ചയുടെ പ്രതിഷേധമുണ്ടായിരുന്നു. രാഹുൽ ഗാന്ധിയുടെ വീടിന് മുന്നിൽ രാഹുൽ ഗാന്ധിയുടെ കോലം കത്തിച്ചായിരുന്നു ഇന്നലെ യുവമോർച്ച പ്രതിഷേധിച്ചെങ്കിൽ ഇന്ന് BJP മുഴുവൻ ഇത്തരത്തിലേക്ക് പ്രതിഷേധവുമായി എത്തിയിരിക്കുകയാണ്. ബാരിക്കേഡ് തകർക്കാനാണ് ശ്രമം. AICC ഓഫീസിലേക്ക് പ്രതിഷേധമൊപ്പം തന്നെ ജന്തർ മന്ദറിലും രാഹുൽ ഗാന്ധിയുടെ വീട്ടിന് മുന്നിലേക്കും സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ടുള്ള വലിയ പ്രതിഷേധമാണ് BJP ഇപ്പോൾ രാജ്യവ്യാപകമായി നടത്തുവാൻ തീരുമാനിച്ചതിന്റെ സൂചനയാണ് ഇപ്പോൾ ദില്ലിയിൽ ഇത്ര വലിയൊരു പ്രതിഷേധം. അല്പം മുമ്പ് ഒരു വലിയ പ്രസംഗമൊക്കെ ഉണ്ടായിരുന്നു. രാഹുൽ ഗാന്ധി ഉടൻ തന്നെ പ്രതിപക്ഷ നേതൃസ്ഥാനം രാജിവെക്കണം, പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇന്ത്യക്കാരനാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടായിരുന്നു പ്ലക്കാർഡുകളും മുദ്രാവാക്യങ്ങളും ഉയർത്തിയുള്ള പ്രതിഷേധം. ഇപ്പോൾ ഇത് AICC ഓഫീസിന് മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. AICC ഓഫീസിന് മുന്നിൽ വലിയ രീതിയിലുള്ള സുരക്ഷയായിരുന്നു രാവിലെ മുതൽ തന്നെ ഏർപ്പെടുത്തിയത്. ആ സുരക്ഷയെ ഒക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് വലിയ പ്രതിഷേധത്തിലേക്കാണ് നിലവിൽ BJP കടന്നിരിക്കുന്നത്. BJPയെ പോലീസ് സഹായിക്കുന്നു എന്നുള്ള വിമർശനം ഇപ്പോൾ യൂത്ത് കോൺഗ്രസും കോൺഗ്രസ് പ്രവർത്തകരും ഉന്നയിക്കുന്നുണ്ട്. സാധാരണ യൂത്ത് കോൺഗ്രസ് വലിയ പ്രതിഷേധവുമായി എത്തുന്ന സമയത്ത് അവരെയൊക്കെ വലിയ രീതിയിൽ തന്നെ നേരിടുന്ന പോലീസ് എവിടെ എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ എക്സ് പോസ്റ്റ് അടക്കം പ്രവർത്തകർ പങ്കുവയ്ക്കുന്നത്. എന്തായാലും ഇപ്പോൾ പോലീസും പ്രവർത്തകരും തമ്മിലുള്ള ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. ഉടൻ തന്നെ ഇവിടുന്ന് പിരിഞ്ഞു പോകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ദില്ലി പോലീസിന് കൂടുതൽ സംഘം ഇവിടെ എത്തുന്നുണ്ട്. എന്തായാലും ബാരിക്കേഡ് തകർക്കാനുള്ള ശ്രമത്തിലേക്കാണ് നിലവിൽ BJP കടന്നിട്ടുള്ളത്. രാജ്യവ്യാപക പ്രതിഷേധത്തിലേക്ക് മഹിളാ മോർച്ചയും യുവമോർച്ചയും ഒപ്പം തന്നെ BJPയും പോകാനുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. ഇന്ന് മുംബൈയിൽ രാഹുൽ ഗാന്ധിക്ക് നേരെ കരിങ്കൊടി പ്രതിഷേധവും ഉണ്ടായി. അങ്ങനെ ഈ ഉച്ചകോടി എന്ന് പറഞ്ഞത് ഈ ഉച്ചകോടി തകർക്കാനുള്ള ശ്രമം അത് പൂർണ്ണ കോൺഗ്രസ് ഗൂഢാലോചന നടത്തി. യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ കോർഡിനേറ്റർ അടക്കം ഇന്നലെ ഉണ്ടായത് വസ്ത്രം ഒരു പ്രതിഷേധിക്കുകയാണ്. രാജ്യത്തിന് ആകെ നാണക്കേടുണ്ടാക്കിയ സംഭവമാണ്. രാഹുൽ ഗാന്ധി ഇന്ത്യക്കാരനല്ല, രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യക്കാരനോട് ഒരു സ്നേഹവുമില്ല, ദേശീയത ഉടൻ തന്നെ തെളിയിക്കണം, അത് രാജ്യത്തിന് മുന്നിൽ അത് തെളിയിക്കണമെന്നടക്കമുള്ള വിമർശനമാണ് ഇപ്പോൾ BJPയുടെ ഭാഗത്തു നിന്നും ഉയർന്നു തന്നെ പ്രതിഷേധിച്ചാണ് ഇപ്പോൾ ദില്ലി AICC ഓഫീസിലേക്ക് പ്രതിഷേധവുമായി ഒരു സംഘം പ്രവർത്തകർ എത്തിയത്. നമുക്കറിയാം, ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ ബാരിക്കേഡ് തകർക്കാൻ ഒരു സൈഡിൽ പ്രവർത്തകർ ശ്രമിക്കുമ്പോൾ മറുഭാഗത്ത് പ്രവർത്തകർ ഇവിടെ ഇരുന്നുകൊണ്ട് കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ ദില്ലിയുടെ പല ഭാഗങ്ങളിൽ പ്രതിഷേധം ആളിക്കത്തുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ജന്തർ മന്ദറിലും ഒരു വിഭാഗം പ്രതിഷേധിക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധിയുടെ വീട്ടിന് മുന്നിലേക്കും ഇന്നും കോലം കത്തിച്ച് പ്രതിഷേധിക്കാനുള്ള തീരുമാനത്തിലേക്കാണ് നിലവിൽ BJP കടന്നത്. ഇന്നലെ വൈകുന്നേരം മുതൽ ആരംഭിച്ച പ്രതിഷേധം ഇപ്പോഴും അതിന്റെ അലയൊലികൾ രാജ്യതലസ്ഥാനത്ത് ആകെ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ്. രാജ്യവ്യാപകമായി തന്നെ കോൺഗ്രസിനെതിരെ പ്രതിഷേധം തുടരാൻ തന്നെയാണ് നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത്. അത്രമാത്രം വലിയൊരു ഗൂഢാലോചനയാണ് ഇന്നലെ നടന്നത്. ഇതിന്റെ ഭാഗമായിട്ട് യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ പ്രസിഡന്റിനെ അടക്കം ഇന്നലെ ജീപ്പ് തടഞ്ഞു നിർത്തി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ചോദ്യം ചെയ്യുന്ന ഒരു ഘട്ടത്തിലേക്ക് കൂടി പോലീസ് കടന്നിരുന്നു. ഇതിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. നേരത്തെ പദ്ധതിയിട്ട പ്രകാരമാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ഏതാണ്ട് ഓരോ സംസ്ഥാനങ്ങളെയും പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള 11 പേരെ കരുതിക്കൂട്ടി ഇറക്കി രാഹുൽ ഗാന്ധിയുടെ വീട്ടിൽ ഇതിനകത്ത് കൃത്യമായ ഒരു പദ്ധതി ഇട്ടു. അതിനുശേഷം ഈ ഉച്ചകോടി അലങ്കോലപ്പെടുത്തുക എന്ന ശ്രമത്തിന്റെ ഭാഗമായി ഉണ്ടായ പ്രതിഷേധമെന്നൊക്കെയാണ് ഇപ്പോൾ BJP പറയുന്നത്. എന്തായാലും ഒരു രാജ്യവ്യാപക പ്രതിഷേധത്തിലേക്ക് കടക്കാനുള്ള തീരുമാനത്തിലേക്ക് കൂടി BJP യുവമോർച്ചയും മഹിളാ മോർച്ചയും അടക്കം കടക്കുന്നു. അതിന്റെ സൂചന മാത്രമാണെന്നാണ് നിലവിൽ BJP പറയുകയും ചെയ്യുന്നത്. സ്മൃതി, ഉച്ചകോടിക്കിടെ നടന്ന യൂത്ത് കോൺഗ്രസ് പ്രതിഷേധത്തിനെതിരെയാണ് ദില്ലിയിൽ BJPയുടെ പ്രതിഷേധമുള്ളത്. AICC ഓഫീസിലേക്ക് യുവമോർച്ച മാർച്ച് നടത്തുകയാണ്. മാർച്ച് പോലീസുമായി ഏറ്റുമുട്ടലിൽ കലാശിച്ചിട്ടുണ്ട്. BJP പ്രവർത്തകർ പിന്മാറാതെ തന്നെ പ്രതിഷേധം തുടരുകയാണ്. YS അഭിനന്ദനാണ് വിവരങ്ങൾ നൽകിയത്.